12-ാം ആണ്ട് 12-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്രാ, നീ മിസ്രയീം രാജാവായ ഫറവോനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: ജാതികളിൽ ബാലസിംഹമായുള്ളോവേ, നീ നശിച്ചിരിക്കുന്നു. നീ കടലിലെ നക്രം പോലെയായിരുന്നു. നീ നദികളിൽ ചാടി കാൽകൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെക്കൊണ്ട് നിന്റെ മേൽ എന്റെ വലയെ വീശിക്കും. അവർ എന്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും. ഞാൻ നിന്നെ കരയ്ക്കു വലിച്ചിടും. നിന്നെ വെളിംപ്രദേശത്ത് എറിഞ്ഞുകളയും. ആകാശത്തിലെ പറവയൊക്കെയും നിന്റെ മേൽ ഇരിക്കുമാറാക്കി സർവ്വഭൂമിയിലെയും മൃഗങ്ങൾക്ക് നിന്നെ ഇരയാക്കി തൃപ്തി വരുത്തും. ഞാൻ നിന്റെ മാംസത്തെ പർവ്വതങ്ങളിന്മേൽ കൂട്ടി നിന്റെ പിണം കൊണ്ട് താഴ്വരകളെ നിറയ്ക്കും. ഞാൻ നിന്റെ ചെളി നിലത്തെ മലകളോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും. നീർച്ചാലുകൾ നിന്നാൽ നിറയും. നിന്നെ കെടുത്തിക്കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പുടിപ്പിക്കും. ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളെയൊക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പുടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ നാശം ജാതികളുടെ ഇടയിലും നീ അറിയാത്ത ദേശങ്ങളോളവും പ്രസിദ്ധമാക്കുമ്പോൾ ഞാൻ അനേക ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും. ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും. അവരുടെ രാജാക്കന്മാർ കാണെ ഞാൻ എന്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചുപോകും. നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തരും താന്റെ പ്രാണനെ ഓർത്തും മാത്രത്തോറും വിറയ്ക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും. വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും. അവരെല്ലാവരും ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ. അവർ മിസ്രയീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കും. അതിലെ പുരുഷാരമൊക്കെയും നശിച്ചുപോകും. വളരെ വെള്ളത്തിനരികെ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും. ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല, മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല. ആ കാലത്ത് ഞാൻ അവരുടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുകുമാറാക്കുമെന്നു യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ മിസ്രയീം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളതൊക്കെയും ഇല്ലാതാകുമ്പോഴും ഞാൻ അതിലെ നിവാസികളെയൊക്കെയും നശിപ്പിക്കുമ്പോഴും ഞാൻ യഹോവയെന്നു അവർ അറിയും. അവർ അതിനെക്കുറിച്ച് വിലപിക്കുന്ന വിലാപവിധത്രേ. ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും. അവർ മിസ്രയീമിനെക്കുറിച്ചും അതിലെ സകല പുരുഷന്മാരെക്കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 12-ാം ആണ്ട് ആ മാസം 15-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് തള്ളിയിടുക. സൗന്ദര്യത്തിൽ നീ ആരെക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു. നീ ഇറങ്ങിച്ചെന്ന് അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക. വാളാൽ നിഹതന്മാരായവരുടെ നടുവിൽ അവർ വീഴും. വാൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനെയും അതിന്റെ സകല പുരുഷാരത്തെയും വലിച്ചുകൊണ്ടുപോകുവീൻ. വീരന്മാരിൽ ബലവാന്മാരായവർ അവന്റെ സഹായക്കാരോടുകൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്നു അവനോട് സംസാരിക്കും. അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായവർ ഇറങ്ങിച്ചെന്നു അവിടെ കിടക്കുന്നു. അവിടെ അശൂരും അതിന്റെ സർവ്വസമൂഹവും ഉണ്ട്. അവന്റെ ശവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു. അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണവർ തന്നെ. അവരുടെ ശവക്കുഴികൾ പാതാളത്തിന്റെ അങ്ങേയറ്റത്തിരിക്കുന്നു. അതിന്റെ സമൂഹം അതിന്റെ ശവക്കുഴിയുടെ ചുറ്റുമിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണിരിക്കുന്നു. അവിടെ ഏലാമും അതിന്റെ ശവക്കുഴിയുടെ ചുറ്റും അതിന്റെ സകല പുരുഷാരവും ഉണ്ട്. അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണു. അഗ്രചർമ്മികളായി ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവർ നീതി പരത്തി. എങ്കിലും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ വഹിക്കുന്നു. നിഹിതന്മാരുടെ മധ്യേ അവർ അതിനും അതിന്റെ സകല പുരുഷാരത്തിനും ഒരു കിടക വിരിച്ചിരിക്കുന്നു. അതിന്റെ ശവക്കുഴികൾ അതിന്റെ ചുറ്റുമിരിക്കുന്നു. അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരാകുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരത്തിയിരിക്കിയാൽ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുന്നു. നിഹിതന്മാരുടെ മധ്യേ അത് കിടക്കുന്നു. അവിടെ മോശയ്ക്കും തൂബലും അതിന് സകല പുരുഷാരവും ഉണ്ട്. അതിന്റെ ശവക്കുഴികൾ അതിന്റെ ചുറ്റുമിരിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയിരിക്കിയാൽ
അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായിരിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദേശത്ത് വീരന്മാർക്ക് ഭീതിയായിരുന്നതുകൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിന്മേൽ ചുമന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്ക് കീഴെ വെച്ചുകൊണ്ട് അഗ്രചർമ്മികളിൽ പട്ടുപോയ വീരന്മാരായി പടക്കോപ്പോടുകൂടെ പാതാളത്തിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ? നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോവുകയും വാളാൽ നിഹതന്മാരായവരോടുകൂടെ കിടക്കുകയും ചെയ്യും. അവിടെ ഏദോമും അതിന്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരുമുണ്ട്. അവർ തങ്ങളുടെ വല്ലഭത്വത്തിൽ വാളാൽ നിഹതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു. അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു. അവിടെ വടക്കെ പ്രഭുക്കന്മാരെല്ലാവരും നിഹതന്മാരോടുകൂടെ ഇറങ്ങിപ്പോയ സകല സീദോന്യരുമുണ്ട്. അവർ തങ്ങളുടെ വല്ലഭത്വത്താൽ പരത്തിയ ഭീതി നിമിത്തം ലജ്ജിക്കുന്നു. അവർ അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായവരോടുകൂടെ കിടക്കയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുകയും ചെയ്യുന്നു. അവരെ ഫറവോൻ കണ്ട് തന്റെ സകല പുരുഷാരത്തെയും കുറിച്ച് ആശ്വസിക്കും. ഫറവോനും അവന്റെ സകല സൈന്യവും വാളാൽ നിഹതന്മാരായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാനല്ലോ അവന്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത്. ഫറവോനും അവന്റെ പുരുഷാരമൊക്കെയും വാളാൽ നിഹതന്മാരായവരോടുകൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.